ജനങ്ങൾക്ക് ആശങ്കകളില്ലാതെ ഓണം ആഘോഷിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ടെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കോട്ടയം നഗരസഭയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷം ഓണനിറവ് 2026 തിരുനക്കര മൈതാനത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ വിൽപ്പനശാലകളിൽ ഉൾപ്പെടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള അവശ്യ വസ്തുക്കൾ ലഭ്യമാക്കി പെൻഷനും മറ്റ് ധനസഹായങ്ങളും വിതരണം ചെയ്ത് ഓണത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് വേണ്ടി സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ചിന്ത എന്താ, നമ്മൾ സമർത്ഥമായി ഏകോദര സഹോദരങ്ങളെ പോലെ പൊളിവചനങ്ങളില്ലാത്ത, അതോടൊപ്പം തന്നെ അക്രമമില്ലാത്ത, അനീതിയില്ലാത്ത ഒരു സമർത്ഥമായ ഒരു സംസ്ഥാനം ലോകത്തെല്ലാ രാജ്യങ്ങളിലുമായി വ്യാപരിച്ചു കിടക്കുന്ന ആളുകളാണ്. പണ്ടൊരു കാലത്ത് കൊച്ചിയിലെ, തിരുവിതാംകൂറിലെ, മലബാറില്, അവിടെ മദ്രാസിലെ തന്നെ കന്യാകുമാരിയില് പല പ്രദേശങ്ങളിലായി നിന്നിരുന്ന മലയാളി കേരളം ഒന്നായി നിന്ന് കേരളത്തിന്റെ മക്കളായി മാറി. ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. 100 ദിന കർമ്മ പരിപാടിയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ വിജയമാണ് പൂർവാധികം ഭംഗിയായി ഓണം ആഘോഷിക്കാൻ അവസരമൊരുക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തേക്ക് പോയാലും എല്ലാ പട്ടണങ്ങളിലും ജനനിബിഡമായ വാഹനങ്ങളും ജനങ്ങളും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ കാണാൻ കഴിയുക. അതിലൂടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഈ ഓണാഘോഷം ജനങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറായി. ആളുകൾ ഈ ഓണം ഏറ്റെടുത്തു എന്നതാണ്. ജനങ്ങൾ ഓണം ഏറ്റെടുത്തതിൻ്റെ കാരണം അവരുടെ കയ്യിൽ പണം വന്നു, ജീവിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ജനങ്ങൾ തിരിച്ചു വന്നു. ആളുകൾക്ക് ഓണം ആഘോഷിക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുവാൻ കേരളത്തിൽ 2026 അധികാരത്തിൽ വന്ന UDF മന്ത്രിസഭ ആത്മാർത്ഥതയോടെ നടപടികളെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സംതൃപ്തിയോടെ ഓണം ആഘോഷിക്കാനാവുമെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാട്ടകം സുരേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, കോട്ടയം നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ, ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ റൂബി ജേക്കബ്, തഹസിൽദാർ സിറിൽ സഞ്ജു ജോർജ്, DTPC സെക്രട്ടറി ആതിര സണ്ണി, ഫാദർ തോമസ് പുതുശ്ശേരി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ യൂജിൻ തോമസ്, ആസീസ് കുമാരനെല്ലൂർ, അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, ടോണി കുമരകം എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ബസേലിയസ് കോളേജ് മൈതാനത്ത് നിന്ന് തിരുനക്കര മൈതാനിയിലേക്ക് സാംസ്കാരിക ഘോഷയാത്രയും ഉദ്ഘാടന വേദിയിൽ നീലാംബരി ഓർക്കസ്ട്രയുടെ മ്യൂസിക്കൽ ഫ്യൂഷനും അരങ്ങേറി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കോട്ടയം കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 28 വരെയാണ് ജില്ലാതല ഓണാഘോഷം. എല്ലാ ദിവസവും വൈകിട്ട് വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. i4A ന്യൂസ്, ഏറ്റുമാനൂർ.